യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. മോളെ സിന്ധു, പറ. നിങ്ങൾ ആരോടെ കത്തി വെച്ചോണ്ടിരിക്കുന്നത്? ഏതാ അവള്? അവളോ? ഏതവള്? അത് എണ്ണച്ചെട്ടിയാരായിരുന്നു മോളെ, നമ്മുടെ എണ്ണച്ചെട്ടിയാരേ. ഏത് ചെട്ടിയാരായാലും കൊള്ളാം, എനിക്കിപ്പൊ നിങ്ങളെ കാണണം. ഇപ്പോഴോ? നിങ്ങൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ റൂമിലേക്ക് വരാം. ഞാൻ അങ്ങോട്ട് വരാം, നീ കട്ടി. ശരി. ഓ ഈശ്വര, ഇവള് വല്ലാത്തൊരു ബാധ്യതയായല്ലോ. നോക്കിക്കോ, ഒരു ദിവസം ഇവളെ കൊന്ന് ഞാൻ വല്ല കുളത്തിനും കെട്ടിത്താക്കും. ശല്യം. എന്തുവാടി ഇത്? നിനക്ക് രാത്രി ഉറക്കമൊന്നുമില്ലേ? നിങ്ങൾ എന്റെ ഉറക്കം എന്നേക്കായിട്ട് കളഞ്ഞില്ലേ? പിന്നെയും തുടങ്ങി. നിനക്കിപ്പോ എന്തുവാടി വേണ്ടേ? എനിക്കൊരു മസാല ദോശ വേണം. ആരുടെ ദോശ? മസാല ദോശ, കൂടെ നന്നായിട്ട് മുരിഞ്ഞൊരു ഉഴുന്നുവടയും. അത് മാത്രം മതിയോ? 2 മട്ടൻ ബിരിയാണിയും 5 കിലോ അലുവയും കൂടെ വാങ്ങിച്ചു തരട്ടെ? ഒറ്റ ചെന്നാണ്ടല്ലോ പാതിരാത്രിയിൽ അവിടെ മസാല ദോശ. ഞാൻ ഉടപ്പി ഉണ്ടാക്കാനടി ഇപ്പോ. നീ എന്നെ കൊടുത്തേ അടങ്ങൂ ഇല്ലടി. എടോ മനുഷ്യ, ഇത് എന്റെ മാത്രം ആഗ്രഹമൊന്നുമല്ല, പിന്നെ നമ്മുടെ പൊതു ആവശ്യം. മനസ്സിലായില്ലേ? എനിക്ക് കഴിക്കാനല്ലേ മസാല ദോശ. എടി, ആരടി അകത്ത്? അവിടെ ഒന്നും അല്ല ഉള്ളത്. സത്യം പറഞ്ഞി, അവനെ എവിടെ ഒളിപ്പിച്ചു വെച്ചേക്കുന്നത്? നമ്മുടെ കുഞ്ഞിനാ. കുഞ്ഞിന്? എന്റെ വയറ്റില്. നിങ്ങൾ പൊട്ടനോ അത് പൊട്ടൻ കളിക്കുവാണോ? എടോ മനുഷ്യ, എന്റെ ഗർഭത്തിന്റെ വ്യാക്കുണ. എന്താന്ന്? മസാല ദോശ, പച്ചമാങ്ങ, വാളംപുളി, അങ്ങനെ പലതിനോടും ഗർഭിണികൾക്ക് ആഗ്രഹം തോന്നും. അതിന്റെ പേരാ വാക്യൂൺ. അങ്ങനെ അല്ലപ്പോ മൈഥിലേച്ചി ഗർഭിണിയായിരുന്നപ്പോ നിങ്ങളിതൊന്ന് വാങ്ങിച്ചു കൊടുത്തില്ലേ? ആർക്കറിയാം അവളെന്നാ ഗർഭിണിയായെന്ന് തന്നെ. നല്ല ഭർത്താവ്. അതെ, അവരെ പോലെ വാവളപ്പിയല്ല ഞാൻ. ഗർഭിണിയായ ഒരു ഭാര്യയ്ക്ക് കിട്ടേണ്ട സകല പരിഗണന എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ എന്റെ തനിക്കൊണം നിങ്ങൾ കാണും. സിന്ധു, എന്താ? നിനക്ക് മസാല ദോശ തന്നെ വേണം നിർബന്ധമാണോ? നിർബന്ധമാണ്. അത് ബസ് സ്റ്റാൻഡിന്റെ അപ്പുറത്തെ ബാലാജിയുടെ കടയിൽ നിന്ന് തന്നെ വാങ്ങണം. അയാളൊക്കെ ഉറങ്ങിക്കാണും. നാളെ പോരെ? പോരാ, ഇപ്പോ ഈ രാത്രി തന്നെ എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ നമ്മുടെ വിനോദ് കുമാർ എന്നോട് പിണങ്ങും. വിനോദ് കുമാറോ? അതാര്? നമ്മുടെ മോൻ. ഇത്രയും പെട്ടെന്ന് അജയേട്ടെല്ലാം മാറുന്നോ? ഞാനന്ന് പറഞ്ഞില്ലേ? എന്തു പറഞ്ഞു? ആൺകുട്ടിയാണ് ഉണ്ടാവുന്നതെങ്കില് എന്റെ ഭർത്താവിന്റെ പേരും, പെൺകുട്ടിയാണ് ഉണ്ടാവുന്നതെങ്കില് ഏട്ടന്റെ ഭാര്യയുടെ പേരിടാന്ന്. ഞാനങ്ങ് ഉറപ്പിച്ചു, ഇത് ആൺകുട്ടി തന്നെയാ. നോക്കി നിക്കാതെ ആരെങ്കിലും കാണുന്നതിന് മുമ്പ് എനിക്ക് മസാല ദോശ വാങ്ങിയിട്ട് വാജേട്ടാ. ശരി. പിന്നെ വടയുടെ കാര്യം മറക്കല്ലേ? വടയല്ല, നിന്റെ തല.
ആതിരക്കുട്ടി, ആതിരക്കുട്ടി, ആതിരക്കുട്ടി. എന്താ സുനീഷേട്ടാ? എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയണം. അകത്ത് വാ. എന്താ സുനീഷേട്ടാ? ഞാൻ നിങ്ങളോടൊക്കെ കള്ളം പറഞ്ഞതാ. ആ ഇടപാടുകാരൻ ഒരാഴ്ച കഴിഞ്ഞേ വരുവുള്ളൂന്ന്. അതൊരു ചതിയായിരുന്നു. ജീവനും കൊണ്ട് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ടിക്കറ്റ് എടുക്കടാ. കാശ് തരാൻ ഞാൻ ടിക്കറ്റ് തരൂല. എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. ഒരു കാരണവശാലും ഇത് നമ്മൾ രണ്ടും അല്ലാതെ മറ്റാരും അറിയരുത്. അമ്മ അറിഞ്ഞ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. ഇതിങ്ങനെയൊക്കെ വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. ഞാൻ സുനീഷേട്ടനോട് പറഞ്ഞല്ലേ. നീ എന്നോട് ക്ഷമിക്കാതിരി കുട്ടി. പെട്ടെന്ന് കാശുകാരനാവാനുള്ള ആവേശം കൊണ്ട് ഒരബദ്ധം പറ്റിപ്പോയി. സാരമില്ല, ഏതായാലും സുനീഷേട്ടനൊന്നും പറ്റിയില്ലല്ലോ. വിഷമിക്കണ്ട, നമുക്ക് വഴിയുണ്ടാക്കാം. നാളെ കാലത്ത് നമുക്ക് ബാങ്കിൽ പോവാം. ഇനി അത് പറ്റുമോ? എന്താ പറ്റാതിരിക്കാൻ? ടിക്കറ്റിന് 1 മാസത്തെ വാലിഡിറ്റി ഉണ്ട്. സുനീഷേട്ടൻ ധൈര്യമായിട്ടിരിക്കെ. നാളെ ബാങ്കിൽ അത് എത്തിക്കുന്നതോടെ ഈ ടെൻഷനൊക്കെ മാറും. അല്ലെങ്കിലും നിയമം അനുവദിക്കാത്ത പണം കൈ വരുന്നത് അപകടമാ സുനീഷേട്ടാ. ഇതാകുമ്പോ നമ്മൾ സേഫാ. സർക്കാർ ചോദിക്കുന്ന ടാക്സ് കൊടുത്താൽ എന്താ? വൈറ്റ് മണി ആവുമ്പോ നമുക്ക് ആരെയും പേടിക്കാതെ ജീവിക്കാമല്ലോ. അതിരുകുട്ടി, നീ എന്റെ ദൈവമാ. നീ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ ഞാൻ തകർന്നു പോയേനെ. ഞാൻ കൂടെ ഉണ്ടല്ലോ. സുനീഷേട്ടൻ ധൈര്യമായിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ. നാളെ കാലത്ത് നമുക്ക് ഒരുമിച്ച് ബാങ്കിൽ പോവാം. ഗുഡ് നൈറ്റ് അതിരുകുട്ടി. ഗുഡ് നൈറ്റ്. അജയേട്ടാ, എവിടെയായിരുന്നു ഇതുവരെ? അത് പിന്നെ ഞാനൊന്ന് നടക്കാം. ഞാൻ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്തെ? ഫോൺ എടുത്തില്ലേ? അത് പിന്നെ ഞാൻ മോളെ കുറച്ച് തിരക്കിലായി പോയി. ഇതെന്താ അജയേട്ടന്റെ കയ്യില് ഫോൺ? ആ കയ്യിലെന്താ? ഈ കയ്യിലൊന്നുമില്ല. അതിങ്ങോട്ട് കാണിക്ക്. ഒന്നുമില്ല. നോക്കട്ടെ. ഇതെന്താ? ഞാനറിയാത്ത എന്ത് രഹസ്യം അജയേട്ടനുള്ള? പറ്റിച്ചേ. എന്റെ മോളറിയാതെ ഒരു സർപ്രൈസ് തരാൻ ഞാൻ വന്നതാ. എന്താ ഇത്? മോൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മസാല ദോശയും വടയും. എന്താ എന്താ മോളെ?